വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണറുടെ അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാവില്ല. രാജ്ഭവനിൽ നിന്നും പുറപ്പെടുവിക്കുന്നത് സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയ അജണ്ടയാണെന്നും അതിനുള്ള പ്രവർത്തന പദ്ധതികൾ പുറത്തിറക്കുന്ന ഗവർണർ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. സുനിഷ അയ്യല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യല്ലൂർ, വീണ്ടും ഒരിക്കൽ കൂടി സർക്കാരും രാജ്ഭവനും നേർക്കുനേർ വരികയാണ്. ഇക്കുറി സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് പുറമെ തൊട്ടു തലേ ദിവസം വിഭജന ഭീകരത ദിനമായിട്ട് ആചരിക്കണമെന്നുള്ളതാണ് സർവകലാശാല VC-മാർക്ക് ഗവർണർ അയച്ചിരിക്കുന്ന സർക്കുലർ. ഈ സർക്കുലറിനെ പ്രതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി രാജ്ഭവനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? മറ്റു പ്രതികരണങ്ങൾ ലഭ്യമായോ സുനിഷ? അരുൺ, അതാണ് വീണ്ടും ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരമൊരു കുറിപ്പ്, ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ച ഗവർണറുടെ നടപടി അത് പ്രതിഷേധാർഹമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അത്തരമൊരു അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി നമ്മുടെ സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാവില്ല എന്നുള്ളത് കൂടി മുഖ്യമന്ത്രി ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സംഘപരിവാറിന്റെ അജണ്ടകൾക്കനുസരിച്ച് രാജ്ഭവനിൽ നിന്ന് പദ്ധതികൾ പുറപ്പെടുവിക്കുകയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളത് കൂടി പറയുന്നു. സ്വാതന്ത്ര്യം കിട്ടി 78 വർഷമാകുമ്പോൾ അതിന് തൊട്ട് തലേന്ന് ഓഗസ്റ്റ് 15 പുറമെ മറ്റൊരു ദിനാചരണം വേണമെന്ന ആശയം അത് സംഘപരിവാർ ബുദ്ധികേന്ദ്രങ്ങളുടേതാണ്. അത് നടപ്പാക്കാനുള്ള പദ്ധതി ഉണ്ടാക്കുകയാണ് രാജ്ഭവൻ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ചാൻസലർമാർക്ക് ഇത്തരം ഒരു സർക്കുലർ നൽകിയിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല, പ്രതിഷേധാർഹമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അതിനെതിരെ പോരാടും എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. സംഘപരിവാർ ആശയത്തോടും ഒപ്പം തന്നെ ഗവർണർ എന്നുള്ള നിലയിൽ, ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണറുടെ പ്രവർത്തനത്തോടും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ.